പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ആരെ പറ്റിയ പറയുന്നതെന്ന്. അപ്പോൾ ജലജ പറയുന്നു കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കളിപ്പാട്ടൊക്കെ വെച്ചിട്ട് മോന് കളിക്കാലോ, അതാണ് ഉദ്ദേശിച്ചതെന്ന് പറയാണ്. നയന പറയുന്നുണ്ട് അപ്പച്ചി ആവശ്യമില്ലാത്ത സംസാരമൊന്നും പറയരുത്, അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരുമെന്ന്. നീ എന്താ പറയുമെന്ന് ചോദിക്കുമ്പോൾ പല മോഷണത്തിൻ്റെയും കഥ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയേണ്ടി വരും, അതുകൊണ്ട് എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് നയന അവിടെ നിന്നും പോകുന്നു. ഗോവിന്ദൻ പറയുന്നു എല്ലാവരും എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത്, ആരും ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ജലജ പറയുന്നു എല്ലാവരും അത്ര ശുദ്ധഗതിക്കാരാവാൻ പാടില്ല, തെറ്റുകൾ കണ്ടാൽ അത് തിരുത്താൻ പഠിക്കണം. ഭർത്താക്കന്മാരെ വഴിതെറ്റി പോവുകയാണെങ്കിൽ അവരെ നേർവഴിക്ക് നയിക്കണം. ദേവേനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജലജെ? ഇപ്പോൾ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, നിന്നെ പൂട്ടാനുള്ള ആയുധം അവളുടെ കയ്യിലുണ്ടെന്ന്. എന്തായാലും നീ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ഇത് അവളെ കൊണ്ട് വിളമ്പിക്കണ്ട എന്ന് പറയുന്നു. അത് അവൾ വെറുതെ പറഞ്ഞിട്ട് പോയതാണ്, അല്ലാതെ അതിലൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല ഏട്ടത്തി എന്ന് ജലജ പറയുന്നു. മോൾ അങ്ങനെ വെറുതെ ഒരു കാര്യവും പറയാറില്ല എന്ന് ഗോവിന്ദനും പറയാണ്. ജലജ ഇപ്പോൾ മനസ്സിൽ പറയുന്നു വെറും വാക്ക് പറയാത്ത മോൾക്ക് ഇപ്പോൾ വലിയൊരു പണിയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഇപ്പം നവ്യനെ കാണാൻ വേണ്ടിയിട്ട് അഭി വരുന്നു. മുത്തശ്ശി ഇത് നിനക്ക് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണമെല്ലാം അവൾക്ക് എടുത്തു കൊടുക്കുന്നു. അവൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയൊരു മുത്തശ്ശിയെ കിട്ടാനാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സ്ത്രീകൾക്ക് പൊതുവെ ഈ സ്വർണ്ണത്തോടെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. എന്നിട്ട് നിന്റെ അനിയത്തി നയനയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അവളൊരു പഴഞ്ചനാണ്, അവൾ അതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ടല്ലേ ആദർശേട്ടൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അവളിപ്പോഴും ആദർശേട്ടൻ്റെ കൂടെ ജീവിക്കുന്നത്. ശരി, ആദർശേട്ടൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അഭി ചോദിക്കുമ്പോൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കൊല്ലും, ആ കുട്ടിയെയും കൊല്ലും. ഇന്ന് അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട്, അപ്പോൾ അവിടെയുള്ള കുട്ടിയെ അവരെല്ലാം കാണില്ലേ എന്ന് നവ്യ ചോദിക്കുന്നു. എന്തെങ്കിലും നടക്കട്ടെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും ആദർശേട്ടന് വലിയ മതിപ്പാണല്ലോ, അതൊക്കെ ഇന്നത്തോടെ തീർന്നു കിട്ടും. എനിക്ക് അയാളെ കാണുന്നത് തന്നെ വെറുപ്പാണെന്ന് നവ്യ പറയാണ്. നയന അയാളെ സ്നേഹിച്ചോട്ടെ, പക്ഷേ എനിക്ക് അയാളോട് പഴയ റെസ്പെക്റ്റ് ഒന്നും ഇപ്പം ഇല്ല. പിന്നെ ആദർശേട്ടൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തത് കൊണ്ട് നിനക്കിനി കമ്പനിയിൽ നല്ല പൊസിഷനെല്ലാം കിട്ടുമല്ലോ, അത് ചോദിച്ചു വാങ്ങിക്കണം. അതിനെ പറ്റിയിട്ട് ഇതൊരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി കാര്യങ്ങൾ, അതിന് തീരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അഭി പറയാണ്. പിന്നെ ചന്തുമോളുടെ കാര്യം പറഞ്ഞ് ഞാൻ ആദർശേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിലാണ് നിന്റെ അനിയത്തി ഒന്ന് പണി പറ്റിച്ചത്. സത്യങ്ങളെല്ലാം വന്ന് വിളിച്ചു കൂവുകയും ചെയ്തു. അതോടുകൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സാരമില്ല, പോയി നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാമെന്ന് നവ്യ പറയാണ്. കുറെ സമ്പാദിച്ചിട്ട് ഇങ്ങനെ പേര് പോയാൽ എന്താ ചെയ്യുക? പറയുകയാണെങ്കിൽ ആദർശേട്ടൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ്, പക്ഷേ ഇപ്പോൾ MDയുടെ ചരിത്രം എന്തായി? ഇത്രയും നാളെ നിന്റെ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരുന്നത് അനന്തപുരി തറവാടിന്റെ മാനം കളയാൻ ജനിച്ചവൻ നീ ആയിരുന്നു എന്നാണല്ലോ. ഇപ്പോഴും മുത്തശ്ശൻ അത് തിരുത്തി പറയുന്നില്ല, അതാണ് കഷ്ടമെന്ന് അഭി പറയുന്നു. അവിടുന്ന് കേട്ട ഇത് ഇപ്പോൾ ക്യാമ്പിലാണ് കാണിക്കുന്നത്. അവിടെ നന്ദുവും തുഷാരയും എല്ലാം എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ആ ഒരു ട്രെയിനർ വരികയാണ്. ആളോട് ചോദിക്കുന്നുണ്ട് കൈക്ക് എന്ത് പറ്റിയെന്ന്. നമുക്കറിയാമല്ലോ അയാൾക്ക് പറ്റിയത് എന്താണെന്ന്, നന്ദു ഇരുട്ടടി കൊടുത്തതാണ്. പക്ഷെ അയാൾ പറയുന്നത് വണ്ടിയിൽ നിന്ന് വീണു എന്നാണ്. ഇത് കേട്ടിട്ട് നന്ദുവിനും തുഷാരയ്ക്കും ചിരി വരുന്നു. ഇപ്പം അയാളാണെങ്കിൽ ഗുരുവിന് വല്ല ആപത്തും പറ്റുന്ന സമയത്ത് ചിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഇന്ന് എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞ് അതൊരു 100 തവണ നന്ദുവിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുകയാണ്. വീണ്ടും ഇപ്പം നയനയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും ചായ കുടിച്ചിരിക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ആദ്യം പെൺമക്കളെയെല്ലാം കല്യാണം കഴിപ്പിച്ച സമയത്ത് എന്നെയും കനകയും പോലെ വിഷമിച്ച് ഏത് പാരൻസും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അഭയും കൂടി മാറിയപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച് ഓർത്തും ഒരു ടെൻഷനുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ജലജ പറയുന്നുണ്ട് ഒരാൾ മാറിയപ്പോൾ മറ്റൊരാൾ അതിനേക്കാളും മാറിയിരിക്കുകയാണെന്ന്. അമ്മയ്ക്ക് എന്തെങ്കിലും നേരെ ഒന്ന് സംസാരിച്ചൂടെ എന്ന് അഭി ചോദിക്കുന്നു ജലജനെ കൊണ്ട്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് ജലജ പറയാണ്. പക്ഷേ ഇന്നത്തെ ഫംഗ്ഷൻ ആദർശ് വരേണ്ടതായിരുന്നു. ഗോവിന്ദൻ പറയുന്നു ഞാൻ ഇടയ്ക്ക് ആദർശ് മോഹനെ വിളിച്ചായിരുന്നു, പക്ഷെ ഇന്നലെ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വിളിച്ചോളാം മച്ചാ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോണ് കട്ട് ചെയ്തതാണ്. ജലജ പറയുന്നു ഇനി പലരുടെയും കോൾ അവന് കട്ട് ചെയ്യേണ്ടി വരും. ഈ സംസാരം നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ വന്നത്, എന്നാൽ പിന്നെ അത് മാത്രം ചെയ്താൽ മതി, അതല്ലാതെ വേറെ ഒരു സംസാരവും വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കുന്നു ദേവ്യാനി. ആദർശിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നയനയ്ക്ക് ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് പിന്നെ എന്തിനാ നീയൊക്കെ സങ്കടപ്പെടുന്നത്? വനജ പറയുന്നു ഏട്ടത്തിക്കും മരുമകളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു അവസരം ഒത്തുവന്നാൽ അതിൽ മകനെയും മരുമകളെയും തമ്മിൽ പിരിപ്പിക്കാനല്ലേ ഏട്ടത്തി നോക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ നയനെ തന്നെയല്ല ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അത് ഞാൻ തന്നെയാണല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനൊരു ചോദ്യം? എൻ്റെ മകൻ അവളില്ലാതെ പറ്റില്ല. ജലജ പറയുന്നു ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്, പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ദേവയാനി പറയുന്നു നമ്മുടെ വീട്ടിൽ തലതിരിഞ്ഞ ചിന്താഗതിയുമായിട്ട് നടക്കുന്നത് നീയാണ്. അഭിയും അങ്ങനെയായിരുന്നു, പക്ഷെ അവനിപ്പോൾ നല്ലോണം മാറിയിട്ടുണ്ട്. പിന്നെ ആദർശിന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങളൊന്നും വിഷമിക്കേണ്ട, അവൻ്റെ മുത്തശ്ശന് അവന് വളരെയധികം വിശ്വാസമുണ്ട്. ജലജ ചോദിക്കുന്നു പക്ഷെ ആദർശിനോട് ഇപ്പോൾ ഏട്ടത്തിക്ക് ദേഷ്യമൊക്കെ ആണല്ലോ, അതെന്തു പറ്റി? നയന അപ്പോഴത്തേക്കും അവിടേക്ക് വന്ന് പറയുന്നുണ്ട് നമുക്ക് പോകാനുള്ള സമയമായി, അതിനെക്കുറിച്ച് മാത്രം ഇപ്പോൾ സംസാരിച്ചാൽ മതി.
അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കരുത്. അപ്പോൾ ആവശ്യമുള്ള കാര്യം ഞാൻ പറയാമെന്ന് ജാനകി പറയുന്നു. നന്ദു ആ ക്യാമ്പിലേക്ക് പോയതിന് ശേഷം എനിക്കൊന്ന് ആശ്വാസമായി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അനി ഇപ്പോഴും അവളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അനാമിക മോള് എന്നോട് പരിഭവം പറയും. അപ്പോൾ കനക പറയുന്നു, ഞാൻ ഇന്നാൾ മാർക്കറ്റിൽ പോയപ്പോൾ നിങ്ങളുടെ ഈ അനാമിക മോള് ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഒരുത്തരുടെ കൂടെ ചേർന്നിരുന്ന ബൈക്കിൽ കറങ്ങുന്നു. ഓ, നിങ്ങളുടെ മകളെ കുറ്റം പറഞ്ഞപ്പോൾ എൻ്റെ മരുമകളെ കുറ്റം പറയാണോ എന്ന് ജാനകി ചോദിക്കുകയാണ്. കനക പറയുന്നു, ഇല്ലാത്ത കാര്യമൊന്നുമല്ല, ഇത് നടന്നതാണ്. ഗോവിന്ദൻ പറയാണ്, ഞങ്ങൾ നന്ദു മോളോട് സംസാരിച്ചോളാം, അവൾ നേരെ തന്നെയാണ് പോകുന്നത്, നിങ്ങൾ അനിയോടൊന്ന് സംസാരിക്കുക. നന്ദു നിങ്ങളുടെ മരുമകളുടെ സ്ഥാനത്തേക്ക് വരാനൊന്നും പോകുന്നില്ല. അഭിയാണെങ്കിൽ ഇപ്പോൾ കനകയോട് പറയുന്നു, അനാമിക ചെയ്യുന്നതിലും എന്തെങ്കിലും കാര്യം ഉണ്ടാകും. അനിയാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും നന്ദുവിൻ്റെ പുറകെ ആണല്ലോ. അതുകൊണ്ട് അനിയെ വേണമെന്ന് വെച്ച് വെറുപ്പിക്കാനായിട്ട് അവൾ നടത്തുന്ന വല്ല നാടകമായിരിക്കും അത്. ജാനകി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. അനിയെ നന്നാക്കാൻ വേറെ മാർഗമൊന്നുമില്ല എന്ന് അവൾക്ക് തോന്നിക്കാണും. അവിടേക്ക് നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അവളുടെ കഴുത്തിലെ മാലയും സ്വർണവും എല്ലാം കാണുമ്പോൾ ജലജയ്ക്ക് നല്ലോണം കുശുമ്പ് തോന്നുന്നുണ്ട്. അവൾ ചോദിക്കുകയാണ്, ഈ ഒരു സമയത്ത് നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും വേണം സ്വർണം തരാൻ, ഇതിപ്പോൾ മുത്തശ്ശിയാണല്ലോ തന്നിരിക്കുന്നത്. അതിന് ചുട്ട മറുപടി തന്നെ നവ്യ കൊടുക്കുന്നു. എൻ്റെ അമ്മയും അച്ഛനും പാപ്പരാണ്, അവരെ കൊണ്ട് സ്വർണ്ണം ഒന്നും തരാൻ പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശി തന്ന സ്വർണത്തിൽ നിങ്ങൾക്കും കണ്ണ് വേണ്ട, ഇത് ഞാൻ ഇട്ടുകൊണ്ട് വരിക തന്നെ ചെയ്യും. ഇവിടെ വസുന്ധര അമ്മയാണെങ്കിൽ തൻ്റെ 2 മക്കളോടും സംസാരിക്കുകയാണ്. നിങ്ങളുടെ അച്ഛന് വിശ്വാസം തന്നെയാണ്, ആദർശല്ല ചന്തുമോളുടെ അച്ഛൻ എന്ന കാര്യത്തിൽ. അപ്പോൾ അജയൻ പറയുന്നു, അമ്മേ അങ്ങനെയാണെങ്കിൽ പിന്നെ ചന്തുമോളുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ചന്തുമോളുടെ അമ്മയുടെ കൂടെ ആദർശം നിൽക്കുന്ന ഫോട്ടോ എങ്ങനെ വന്നു? അതുമാത്രമല്ല ICUവിൽ വെച്ച് അച്ഛൻ്റെ കൊച്ചുമോനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് ചന്തുമോളുടെ അമ്മ പറഞ്ഞു. അതാരാണ് എന്ന് വെളിപ്പെടുത്തുന്നതിനകം ആ കുട്ടി കോമയിലായി. സാഹചര്യ തെളിവുകളെല്ലാം അവനെതിരെയാണ് അമ്മേ. പക്ഷെ അവൻ പറയുന്നത് മാത്രമാണ് ഇപ്പം വിശ്വാസത്തിലെടുക്കുന്നത്. പക്ഷേ എങ്കിലും ആ കുട്ടി പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. എൻ്റെ ബലമായ സംശയം അഭിയാണ്. മുത്തശ്ശി പറയുന്നു, കുറച്ച് കഴിഞ്ഞാൽ നവ്യയും നവ്യയുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും തന്നെ വേണ്ട. ചന്ദമോൾ ആരുടെ കുഞ്ഞായാലും ആ ഒരു കുഞ്ഞിനെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പം എൻ്റെയും മൂർത്തി സാറിൻ്റെയും എല്ലാം ആശ്വാസം ആ ഒരു ചന്തുമോളാണ്. അതുകൊണ്ട് അവളെ വേദനിപ്പിക്കരുത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം. അജയൻ പറയുന്നു, എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ചന്തുമോൾ ആദർശിൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏട്ടത്തി ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കുമെന്ന് പറയുന്നു. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അവൾ ആ വഴിക്ക് വരുന്നില്ല. മുത്തശ്ശി പറയുന്നു, ശരിക്കും പറഞ്ഞാൽ ചന്തുമോൾ ഇവിടെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. നയനമോൾ അടുത്ത് വരുമ്പോൾ മാത്രമാണ് അവൾക്ക് സന്തോഷം തോന്നുന്നത്. ശരിക്കും ഈ കുടുംബത്തിലെ ഒരു വലിയ കലഹം തന്നെയാണ് നയനമോൾ ഒഴിവാക്കിയത്. വേറെ ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പം നമ്മുടെ കിരൺ ആദർശിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കിരൺ പറഞ്ഞല്ലോ എല്ലാ സത്യവും ഞാൻ തെളിയിക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ ആദർശ് കിരണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കിരൺ ആ ഒരു സത്യം പറയാണ്. DNA ടെസ്റ്റ് ഞാൻ പരിശോധിച്ചു, അതിൽ തെളിഞ്ഞത് ചന്തുമോൾ നിൻ്റെ മകളല്ല എന്ന്. അത് കേൾക്കുമ്പോൾ ആദർശിന് അതിശയമൊന്നും തോന്നുന്നില്ല. അവൾ അബിയുടെ മകളാണ് ചോദിക്കുമ്പോൾ അതെ, അവൾ അബിയുടെ മകൾ തന്നെയാണ്. അത് കേട്ട ആദർശം ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്ന് വെച്ചാൽ സത്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണല്ലോ. അവൻ്റെ സംശയം അത് ശരിയായിരുന്നു. കിരൺ പറയുന്നു, ഈ ഒരു അഭി ഉണ്ടല്ലോ, അവൻ ഡ്രാമ കളിക്കുകയായിരുന്നു. അനഘ എന്ന പെൺകുട്ടിയുടെ വീടിൻ്റെ ഭിത്തിയിൽ നിന്റെ ഫോട്ടോ തൂക്കിയത് അത് അവൻ്റെ ബുദ്ധിയാണ്. അനന്തപുരി തറവാടുമായിട്ട് അവനൊരു രക്തബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അമ്മയുമെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ വീടിൽ നിന്ന് പുറത്തായാലും ഒരു പ്രശ്നവുമില്ല നമുക്ക്. എടാ, എല്ലാ തെറ്റും അവൻ ചെയ്തു വെച്ച് അതെല്ലാം എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് അവനിപ്പോൾ അവൻ്റെ ഭാര്യ വീട്ടിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ രാജാവിനെ പോലെ നിൽക്കുമായിരിക്കും. ഇത്രയും വലിയ തെറ്റ് ചെയ്തവനാണ്, പക്ഷെ ആ തെറ്റ് മുഴുവൻ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഇനി അവൻ വരല്ലേ, അവനിനി വിവരം അറിയാം. DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടല്ലോ. കിരൺ പറയുന്നു, എടാ അവിയെപ്പറ്റി മാത്രമല്ല നീ നവ്യയെക്കുറിച്ചും ആലോചിക്കണം. കുഞ്ഞുമായിട്ട് ഭർത്താവിനൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി വരികയാണ് നവ്യ. അഭി നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതിലൂടെ കരയാൻ പോകുന്നത് നവ്യ ആയിരിക്കും. എടാ അഭിയുടെ സ്നേഹം കണ്ടിട്ട് നവ്യ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ആദർശ് പറയാണ്. അപ്പോൾ കിരൺ പറയുന്നു, അവൻ കുറുക്കനല്ലേ, അവൻ്റെ ഭാഗത്ത് തെറ്റുമറിക്കാനായിട്ട് നവ്യയെ അടുപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും. കിരൺ പറയുന്നു, നിനക്കറിയാലോ അവനൊരു കുറുക്കനാണ്, പക്ഷെ നീ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് യുക്തിയോടെ വേണം ചെയ്യാൻ. അതൊരു കൂട്ടത്തകർച്ചയ്ക്ക് കാരണമാവരുത്. ഓക്കേടാ, പക്ഷെ എനിക്കിത് മുത്തശ്ശനോട് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ആദർശ് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് വസുന്ധര മുത്തശ്ശിയെയും നമ്മുടെ ചന്തുമോളെയുമാണ് കാണിക്കുന്നത്. മുത്തശ്ശി ചന്തുമോളോട് പറയുന്നുണ്ട്, മോൾ ഇവിടെ തന്നെ ഇരുന്നോളണം, താഴേക്ക് വരരുത് എന്ന്. നൈനാമ്മയ്ക്ക് ഉടനെ വരും, പക്ഷെ പെട്ടെന്ന് മോൾ ആരുടെ മുന്നിലേക്ക് വരരുത് എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. മനസ്സിലായോ മോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഓ എനിക്ക് മനസ്സിലായേ എന്ന് ചന്തുമോൾ പറയുന്നു.
അങ്ങനെ വീട്ടുകാരെല്ലാവരും നവ്യയും കുഞ്ഞിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലേക്ക് ഒരു സ്വാമിജി വരുന്നത്, പൂജകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാമിജി ചോദിക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും എത്തിയില്ലേ എന്ന്. അവരിപ്പോൾ എത്തുമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ സ്വാമിജി ആദർശിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അവൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. എന്ത് പറ്റി സ്വാമിജി? സ്വാമിജി എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആളെന്നെ വിളിച്ചായിരുന്നു. ആളുടെ സമയവും കാലവും ഒക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അയാൾക്ക് അപവാദം കേൾക്കുമെന്നാണ് കണ്ടത്. അതിനുവേണ്ട പ്രതിവിധികളും താൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോഴാണ് ആ വീട്ടിലേക്ക് ആദർശ് കടന്നു വരുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.